കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോത്സ്യൻ വിജയം കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു ലക്കി നമ്പർ, ഒരു ഭാഗ്യ നമ്പർ, ഓരോരുത്തർക്കും ഓരോരോ ഭാഗ്യ നമ്പർ അറിയണമെന്നുണ്ടാവും. ചിലർക്ക് അവരവരെ തന്നെ തിരഞ്ഞെടുത്ത നമ്പറുകളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഭാഗ്യ നമ്പറായിട്ട് അവർക്ക് വന്നപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏത് നമ്പർ എടുക്കണം എന്നറിയാത്തവരുണ്ടാവും. അത് എങ്ങനെ നമ്മുടെ ഭാഗ്യ നമ്പർ തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ നമ്മൾക്ക് ഉപയോഗങ്ങളുണ്ടാവും, ഭാഗ്യകടാക്ഷങ്ങളുണ്ടാവുമോ, ധനവരുമാനങ്ങളുണ്ടാവുമോ, ഐശ്വര്യ അഭിവൃദ്ധിയും വരുമോ എന്നെല്ലാമാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ന്യൂമറോളജി പ്രകാരം എന്ന് തന്നെ പറയാം. ന്യൂമറോളജി പ്രകാരമാണ്, സംഖ്യാശാസ്ത്രം എന്നാണ് ശരിക്കും അതിന് മലയാളത്തിൽ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിലെ ന്യൂമറോളജി പ്രകാരം എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ശരിയായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം, അതായത് ഭാഗ്യ നമ്പർ എടുക്കുന്ന രീതി പല വിധത്തിലുണ്ട്. അതായത് ചിലവർക്ക് ഡേറ്റ് ഓഫ് ബർത്തോ മറ്റുള്ളതോ ഒന്നും അറിയില്ല. ചിലവർക്ക് കൂറുകൾ അറിയാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ രാശികൾ അറിയാം. ആ രാശി പ്രകാരമായിരിക്കും അവർ നോക്കുന്നത്. ചിലവർക്ക് നക്ഷത്ര പ്രകാരമായിരിക്കും ചിലർ നോക്കുന്നത്. ചിലവർ അതുപോലെ തന്നെ അവരുടെ വാഹന നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറുകളോ മറ്റുള്ളതൊക്കെ ചൂസ് ചെയ്ത് അവരുടെ ഭാഗ്യ നമ്പറായി നോക്കും. അതുപോലെ തന്നെ ഭാഗ്യ നമ്പർ ചിലവർ വാഹന നമ്പറായിട്ടും അതുപോലെ തന്നെ ഫോൺ നമ്പറായിട്ടും ഉപയോഗിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച വരുവാനായിട്ടുള്ള നമ്പറുകൾ പല വിധത്തിൽ ഉപയോഗിച്ച് വരാറുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പല വിധത്തിലുള്ളതുണ്ട്. ആദ്യത്തെ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ജനിച്ച തീയതി, മാസം, വർഷം എന്നിവ കണക്കാക്കിയിട്ട് ആണ് നമ്മുടെ ടോട്ടൽ നോക്കുന്നത്. ആ ടോട്ടൽ എന്ന് വെച്ച് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 25-ാം തീയതി 5-ാം മാസം 2025 എന്നാണ് പറഞ്ഞത്. അതായത് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. 25/5/2025. അപ്പോൾ 25/5/2025 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ താഴത്തത് 25/5/2025 ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഒരുമിച്ച് എഴുതിയ പ്രകാരം ഇവിടെ നോക്കുന്ന സമയത്ത് 2ഉം 5ഉം 7 പിന്നെ ഉള്ളത് 0ആണ്. 0ത്തിന് അവിടെ സ്ഥാനമില്ല. അപ്പോൾ 2, 5, 7, പിന്നെ അടുത്തത് 5ആണ്. അപ്പോൾ 2, 5, 7, 5ഉം 12. പിന്നെ ഉള്ളത് 2ആണ്. 12ഉം 2ഉം 14. 0ത്തിന് സ്ഥാനമില്ല. 14. പിന്നെ അടുത്ത് വരുന്നത് 5ഉം 2, 7ഉം 5ഉം 12, 2, 14, 2, 16. പിന്നെ വരുന്നത് 2ആണ്, 16. പിന്നെ വരുന്നത് 5ആണ്. 16, 5, 21. അപ്പോൾ ടോട്ടലായിട്ട് വരുന്നത് 21ആണ്. അപ്പോൾ ടോട്ടലായിട്ട് 21 വരുന്ന സമയത്ത് ആ 2ഉം 1നെയും സിംഗിളായിട്ട് വരികയാണ് കുഴപ്പമില്ല, 2, 1ന് നമ്മൾ കൂട്ടണം. അപ്പോൾ 2, 1 കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ സംഖ്യ 3ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലക്കി നമ്പർ 3ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ലക്കി നമ്പർ 3ആയിട്ട് എടുക്കുന്ന സമയത്ത് ചിലവർക്ക് അത് നല്ലതായിട്ട് വരാം. അതായത് കാരണം എന്ന് പറഞ്ഞാൽ ആ ലക്കി നമ്പറുടെ കാരകത്വം എന്ന് പറയുന്നത് 3-ാം നമ്പറിൻ്റെ കാരകത്വം, അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ 3-ാം നമ്പറുടെ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ നമ്പർ 3-ാം നമ്പറാണ്. അപ്പോൾ ആ 3-ാം നമ്പർ നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്നത് യൂസ് ചെയ്യാം. അതായത് വന്നിട്ടിപ്പോൾ ഞങ്ങളുടെ ഒരു മൊബൈൽ നമ്പറിനെ എടുക്കാം. ആ മൊബൈൽ നമ്പറിൽ എല്ലാ അക്കങ്ങളും കൂട്ടുക. ഇപ്പോൾ 10 നമ്പറാണ് ഉള്ളത് ടോട്ടലായിട്ട് മൊബൈൽ നമ്പറിൽ. ആ മൊബൈൽ നമ്പറിൽ നമ്മൾ 99, 47 അങ്ങനെ തുടങ്ങുന്ന ഓരോ നമ്പറുകളിൽ ടോട്ടലായി നോക്കാം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മൾക്ക് ഇവിടെ 0നും 9നും സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. 0ത്തിന് വിലയില്ല എന്നുള്ള അറിയില്ല. 0 നമ്മൾ കൂട്ടാറില്ല. കൂട്ടുന്ന സമയത്ത്, കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പക്ഷെ 0ത്തിന് കൂട്ടുന്ന സമയത്ത് കൂട്ടാറില്ല. പക്ഷേ 9നും അതുപോലെ തന്നെ കൂട്ടാറില്ല. കാരണം
എത്ര കൂട്ടിയാൽ 0 എത്ര തന്നെ കൂട്ടിയാലും 0 തന്നെ വരുള്ളൂ. അതുപോലെ തന്നെ 9 എത്ര കൂട്ടിയാലും 9 തന്നെ വരുള്ളൂ. കാരണം 9 9 18. 18 പറയുമ്പോൾ 1 8 9. 18 9 27. 27 വരുമ്പോൾ 2 7 9. 1 9 9 29 18 3 27 4 9 94 36. 36 എന്ന് പറയുന്ന സമയത്തും 6 3 9 ആണ് പറയുന്നത്. പിന്നെ 5 കൊണ്ട് കണക്കാക്കുന്നത് 9 5 40. 5 9 45. 45 ആകുമ്പോൾ 5 4 9. അങ്ങനെ 9 9. 9 അപ്പോൾ അവിടെ 90 വരുന്നത്. അപ്പോൾ അത് 9 തന്നെയാണ്. അപ്പോൾ ആ 9 സ്ഥാനമില്ല. ഇനി എത്ര 9 ഇട്ടാലും ആ 9 തന്നെയാണ് എത്ര കൂട്ടിയാലും വരുന്നത്. അപ്പോൾ 0 9 സ്ഥാനം കൊടുക്കാതെ ബാക്കില്ല. കാരണം കൂടുതൽ നമ്പറുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 0 ഒഴിവാക്കി 9 ഒഴിവാക്കിയിട്ട് ബാക്കി നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ സംഖ്യ കിട്ടുന്നതാണ്. അപ്പോൾ ഈ സംഖ്യ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ വഴിത്തിരിവുകളും ഉണ്ടാവുന്ന പലവിധ സംഭവങ്ങളും ഈ നമ്പർ പ്രകാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പറയുന്നത്. ഉദാഹരണത്തിന് പലരുടെയും പേരുകളിൽ അൺലക്കി പറഞ്ഞാൽ ഭാഗ്യക്കേട് ഉണ്ടാകുന്ന പേരുകൾ മാറ്റിയിട്ട് അവർ ചില പേരുകൾ പുതിയ പേരുകൾ ചേർത്തുകയും അല്ലാത്ത പക്ഷം ആ പേരുടെ കൂടെ ഏതെങ്കിലും ഒരു അക്ഷരം, അതായത് അക്ഷരം എന്ന് വെച്ച് പറഞ്ഞാൽ സംഖ്യ വരുമ്പോൾ അവിടെ എയോ ബിയോ സിയോ അങ്ങനെ കൂട്ടിയിട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1ാം നമ്പറായിട്ട് കണക്കാക്കുന്നത് നമ്മൾ എയിനെയാണ് 1ാം നമ്പറായിട്ട് കണക്കാക്കുന്നത്. ബിയിനെ 2ാം നമ്പറായിട്ട് കണക്കാക്കും. സിയിനെ 3ാം നമ്പറായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ഡിയിനെ 4ാം നമ്പറായിട്ട് കണക്കാക്കും. അതുപോലെ 5നെ ഈ ആയിട്ട് കണക്കാക്കും. അങ്ങനെ നമ്മൾ ആ എ തൊട്ടിട്ട് കണക്കാക്കി വരുന്ന സമയത്ത് 10ാമത്തെ നമ്പർ അല്ലെങ്കിൽ 9ാമത്തെ നമ്പർ 10ാം നമ്പർ തന്നെ വയ്ക്കുക. ആ 10ാം നമ്പർ പറയുമ്പോൾ 1 തന്നെയാണ് വരുന്നത്. ആ 1 വരുന്നത് A1. അതുപോലെ തന്നെ അത് വിട്ട് കഴിഞ്ഞാൽ 10ാം നമ്പർ പറയുമ്പോൾ ABCDEFGHIJ ജെയാണ് 1ാം നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ 10ാം നമ്പറാണ് വരുന്നത്. അപ്പോൾ ആ 10ാം നമ്പർ വരുന്ന സമയത്ത് എന്താ വെച്ച് പറഞ്ഞാൽ ജെ എന്ന് വരും. അപ്പോൾ എ എന്ന അക്ഷരത്തിന് വരുന്ന പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നത് എ എന്ന അക്ഷരത്തിന് വരുന്നത് 1ാം നമ്പറായിട്ട് വരുന്നത് എയും അതുപോലെ തന്നെ ഐയും ജെയും എസുമാണ് വരുന്നത്. എ വിട്ട് കഴിഞ്ഞാൽ ABCDEFGHIJ ജെ വരും 10ാം നമ്പർ 1ാം നമ്പർ. അത് വിട്ട് കഴിഞ്ഞാൽ എസ് ആണ് വരുന്നത്. എസ് പറയുമ്പോൾ 19ാം നമ്പറായിട്ട് വരും. അത് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഓരോരോ നമ്പറുകളും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന അക്ഷരം കൂട്ടുമ്പോൾ നമുക്ക് ഇ ആയിട്ട് വരും. ബി എന്ന അക്ഷരം വരുമ്പോൾ ഇ ആയിട്ട് വരും. ഇ എന്ന് പറയുമ്പോൾ തന്നെ ബി എന്ന് വരും. ബി അത് വിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ വരുന്നത് ചിലപ്പോൾ 11ാമത്തെ നമ്പറായിട്ട് വരും. അപ്പോൾ 11ാമത്തെ നമ്പറായിട്ട് വരുമ്പോൾ കെ ആണ് വരുന്നത്. IABCDEFGHIJ കെ 11ാം നമ്പറാണ്. ആ 11 1 1 2 ആണ് വരുന്നത്. അപ്പോൾ കെ വരും. അടുത്തത് വരുന്നത് ടി ആയിരിക്കും വരുന്നത്. ആ ടി വരുമ്പോൾ എന്താ വെച്ച് പറഞ്ഞാൽ 2ാം നമ്പർ വരണം. അപ്പോൾ 20 ആയിരിക്കും വരുന്നത്. അപ്പോൾ 20 വരികയാണെങ്കിൽ 2ാം നമ്പറായിട്ട് വരും. അങ്ങനെ ഓരോരോ നഷ്ടം. അത് സി വരുന്ന സമയത്ത് 3ാം നമ്പറായിട്ട് വരും. അപ്പോൾ സി വരും, എൽ വരും, യു വരും. 4ാം നമ്പറായിട്ട് വരുമ്പോൾ ഡി വരും, എം വരും, വി വരും. 5ാം നമ്പറായിട്ട് വരുമ്പോൾ ഇ വരും, എൻ വരും, വി വരും. 6ാം നമ്പറായിട്ട് വരുമ്പോൾ എഫ് വരും, ഒ വരും, ഡബ്ല്യു വരും. 7ാം നമ്പറായിട്ട് കണക്കാക്കുമ്പോൾ ജി വരും, പി വരും, എക്സ് വരും. 8ാം നമ്പറായിട്ട് കണക്കാക്കുന്ന സമയത്ത് എച്ച് വരും, ക്യൂ വരും, വൈ വരും. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങളൊന്ന് എഴുതിയിട്ട് അക്ഷരമാലകൾ എഴുതിയിട്ട് കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ നിങ്ങളുടെ ഓരോരോ
നക്ഷത്രങ്ങളും അല്ലെ ഓരോരോ സംഖ്യകളും എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നാം നമ്പർ സൂര്യനെ ആസ്പദപരമാക്കിയിട്ടുള്ള നമ്പറാണ്. ഒന്നാം നമ്പർ എന്ന് വെച്ച് പറയുമ്പോൾ സൂര്യൻ പവർഫുള്ളായിട്ടുള്ള ഒരു അക്കത്തിൻ്റെ ഉടമയാണ് സൂര്യൻ എന്നുള്ളത്. അപ്പോൾ സൂര്യൻ്റെ നാമം വരുന്നത് ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാം നമ്പറിൽ ജനിച്ച, അതായത് ഒന്നാം തീയതിയോ 10-ാം തീയതിയോ 19-ാം തീയതിയോ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ നല്ല ലക്കി നമ്പർ എന്ന് പറയുന്നത് ഒന്നാം നമ്പറാണ്. ആ ഒന്നാം നമ്പർ പ്രകാരം നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്നത് ഇപ്പോൾ 4 അംഗ സംഖ്യ, ഒരു വാഹന സംഖ്യ 4ആണെന്ന് വയ്ക്കുക, 4 3ആണെങ്കിലും അത് ടോട്ടലായിട്ട് വരുന്നത് 1 വരാം. അത് വിട്ട് കഴിഞ്ഞാൽ ആ സൂര്യൻ്റെ ബന്ധുഗ്രഹമായിട്ടുള്ള ഗ്രഹം ബുധൻ ആണ്. ആ ബുധൻ്റെ ഗ്രഹം എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ 1-ാം നമ്പറും 5-ാം നമ്പറും ഇവർക്ക് അനുകൂല നമ്പറാണ്. അതായത് സൂര്യന് 2-ാം നമ്പറും 1 വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 2-ാം നമ്പറും 9-ാം നമ്പറും 3-ാം നമ്പറുമാണ്. അതായത് ഇപ്പോൾ 1 എടുത്തു കഴിഞ്ഞു, പിന്നെ ഉള്ളത് ചേർക്കേണ്ട നമ്പർ 2, 9, 3. അത് ബന്ധുഗ്രഹങ്ങളിൽ പെട്ടിരിക്കുന്ന നമ്പറുകളായ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ 1-ാം നമ്പർ കഴിഞ്ഞാൽ 2, 9, 3 ഇവിടെ ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. ചില ആളുകൾ ഉയർച്ചയിലേക്കുള്ളത്, അതായത് ഇപ്പോൾ ഉയർച്ചയിലേക്ക് വെച്ചാൽ 1, 2, 3, 4 അല്ലെങ്കിൽ 2, 4, 6, 7 അങ്ങനെ ഉയർച്ചയിലുള്ള നമ്പറുകൾ. അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല, കയറ്റി ഇറക്കം വരാം. അപ്പോൾ 7ആണ് ആദ്യ സംഖ്യ, പിന്നെ 5ആണ് വരുന്നത്, എങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 786 ഇസ്ലാമിൻ്റെ ഒരു നമ്പറുമായിട്ടുള്ള 786 ആദ്യം വരുന്നത് 7ആണ്, പിന്നെ വരുന്നത് 8ആണ്, പിന്നെ താഴെയുള്ള നമ്പർ 6ആണ് വരുന്നത്. അപ്പോൾ അവിടെ അത് കുഴപ്പമില്ല, പക്ഷേ അത് ലക്കി നമ്പറായി മാറി. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പ്രകാരം വന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകൾ 1-ന് പകരം 1 കിട്ടിയില്ലെങ്കിൽ 2, 9, 3 യൂസ് ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മറ്റുള്ള 1-ാം നമ്പർ കൂടാതെ ഈ ബന്ധുഗ്രഹമായിട്ടുള്ള 2, 9, 3 എന്ന ഗ്രഹങ്ങളെ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ 2 എന്നുള്ളത് ഓരോരോ ചന്ദ്രനെ ആസ്പദപരമാക്കിയിട്ടുള്ള നമ്പറാണ്. അതേപോലെ 9 ചൊവ്വനെ ആസ്പദപരമായിട്ടുള്ള നമ്പറാണ്. അതുപോലെ തന്നെ 3 വന്നിട്ട് വ്യാഴത്തിന് ആസ്പദമായിട്ടുള്ള നമ്പറാണ്. അതൊക്കെ ബന്ധുഗ്രഹങ്ങളാണ്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പറുകൾ എടുക്കാം. പക്ഷേ എടുക്കാൻ പറ്റാത്ത ഒരു നമ്പറാണ് സൂര്യൻ ഏറ്റവും ശത്രു സംബന്ധമായിട്ടുള്ള ഒരാളാണ് ശുക്രൻ. ശുക്രൻ്റെ നമ്പർ 6ആണ്. 6 അതുകൂടാതെ ശനിയും കൂടിയാണ് 8ആണ് വരുന്നത്. അപ്പോൾ 6ഉം 8ഉം ഇതിൽ ചേർക്കാൻ പാടില്ല എന്നുള്ളത്. ഈ നക്ഷത്രം ഒന്നാം ഫസ്റ്റ് 1-ലോ 10-ലോ 19-ലോ ജനിച്ച നക്ഷത്രക്കാർ 6, 8 ഒഴിവാക്കിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ അല്ല ഈ സംഖ്യകൾ എടുക്കാവുന്നത് മൊബൈൽ നമ്പറിലായാലും ശരി, ഇതിലായാലും ശരി. പക്ഷെ 0 ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ടോ 9 കയറി വരുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി എല്ലാ സംഖ്യകളും ഞാൻ പറഞ്ഞ പോലെ തന്നെ 1, 2, 9, 3 മെയിൻ പ്രധാനപ്പെട്ട നമ്പർ 1ആണ്. അപ്പോൾ ആദ്യം 1-ാം നമ്പർ തന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല, 1 എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ 1 വരികയാണെങ്കിൽ ഏറ്റവും ഉചിതം. അതുപോലെ അത് വിട്ട് കഴിഞ്ഞാൽ ചാൻസ് ഇല്ലെങ്കിൽ 2-ാം നമ്പർ, 9-ാം നമ്പർ, 3-ാം നമ്പർ ടോട്ടലായിട്ട് വരുന്നത് ഉത്തമം. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്ന നമ്പറുകളാണ് ഈ 1, 2, 3, 9, 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് 2ആണ് വരുന്നതെങ്കിൽ 2 ചന്ദ്രൻ്റെ ഗ്രഹമാണ്. 2 ചന്ദ്രൻ്റെ ഗ്രഹമാണ്. അപ്പോൾ 2-ാം നമ്പർ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഡേറ്റ് ഓഫ് ബർത്ത് 2 കൂട്ടി നോക്കുന്ന സമയത്ത് 2, അതുപോലെ തന്നെ 11, അതുപോലെ തന്നെ 20 എന്നീ തീയതികളിലല്ല ഡേറ്റ് ഓഫ് ബർത്ത് ജനിക്കുന്ന ടോട്ടലായിട്ട് കണക്കാക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കുന്ന സംഖ്യ വരുന്നവർക്ക് 2 യൂസ് പദമായിട്ടുള്ളതാണ്. അതുകൂടാതെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1ഉം 5ഉമാണ്. 1-ാം നമ്പറും 5ഉമാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. ഒഴിവാക്കേണ്ട നമ്പർ 4ഉം 7ഉമാണ്. 4ഉം 7ഉം ചന്ദ്രന് പറ്റാത്ത ഈ ഗ്രഹത്തിന്, അതായത് രണ്ടാം തീയതിയിൽ 2-ാം സംഖ്യയിൽ ജനിച്ച, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ 2-ാമത്തെ സംഖ്യയിൽ ജനിച്ചിരിക്കുന്നവർക്ക് 4, 7 ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബാക്കിയുള്ള 1, 5 ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് മൂന്നാമത്തെ നമ്പറാണ്. 3-ാമത്തെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം
ടോട്ടലായിട്ട് കൂട്ടി നോക്കുമ്പോൾ സംഖ്യ 3 വരുന്നതെങ്കിൽ അത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ നമ്പർ 3 നിങ്ങൾക്ക് ലക്കി നമ്പർ എന്ന് പറയുന്നത്. അതുകൂടാതെ അതിൽ കൂടുതൽ ചേർക്കുന്ന വേറെ നമ്പറുകൾ 1, 2, 9 അതായത് ബന്ധുഗ്രഹങ്ങളായിട്ടുള്ള സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബന്ധുഗ്രഹങ്ങളാണ്. അത് കൂട്ടാവുന്നതാണ്. ഒഴിവാക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് ശനിയുടെ നമ്പറായിട്ടുള്ള 8, അതുപോലെ തന്നെ ശുക്രൻ്റെ നമ്പറായിട്ടുള്ള 6, ഇതൊക്കെ ഒഴിവാക്കേണ്ട നമ്പറാണ്. അതവർക്ക് ശത്രുപരമായിട്ടുള്ള ഇതാണ്. ശനി ശത്രുവല്ല. ശനി 8 ചേർക്കാവുന്ന ശനി ശത്രുവല്ല, ശുക്രൻ ശത്രുവായിട്ടുള്ളതാണ് കാണുന്നത്. അതുപോലെ ബുധൻ്റെ 5ാം നമ്പറും ചേർക്കാൻ പാടുന്നതല്ല. ബുധനും ശത്രുവായിട്ടുള്ള വരുന്നതാണ് ഈ ഗുരുവിന്. അപ്പം സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ടോട്ടലായിട്ട് വരിക 3 വരികയാണെങ്കിൽ അതിൽ 1, 2, 9 ആഡ് ചെയ്യാം. ലക്കി നമ്പർ എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഇനിയുള്ളത് രാഹുവാണ്. രാഹു പറഞ്ഞാൽ 4ാം നമ്പറാണ്. 4ാം നമ്പർ ടോട്ടലായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നിങ്ങളുടെ 4, 13, അതുപോലെ തന്നെ 22 ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിക്കുന്നവരുടെ ടോട്ടലായിട്ട് ജനിക്കുന്നവരുടെ സംഖ്യ ഇങ്ങനെ വരികയാണെങ്കിൽ അത് 4ആണ്. 4ൽ വന്നിട്ട് രാഹുവാണ് അതിൻ്റെ ആൾ. രാഹുവിന് ലക്കി നമ്പർ പറഞ്ഞത് 4ആണ്. ആ 4 കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നത് 5, 6, 8. 5, 6, 8 ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകൾ. ഈ 5, 6, 8 നിങ്ങൾക്ക് വന്നിട്ട് ഏത് വാഹനത്തിലോ ഫോൺ നമ്പറിലോ ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് കൂടാതെ അതിനെ ഒഴിവാക്കേണ്ട നമ്പറുകൾ എന്ന് പറയുകയാണെങ്കിൽ 1, 2, 3 ഇതാണ്. അതായത് സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം, ഇത് വന്നിട്ട് ശത്രുഗ്രഹങ്ങളാണ്. അതിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടോട്ടലായിട്ട് വരുന്ന അക്കം 5 ആണെങ്കിൽ ബുധനാണ് വരുന്നത്. ബുധനാണ് ലക്കി നമ്പർ. ബുധൻ്റെ ഇതാണ് വരുന്നതെങ്കിൽ അത് 5ാം നമ്പറാണ്. അത് 5ന് ആസ്പദപരമാക്കിയിട്ടുള്ള നമ്പറുകൾ കണക്കാക്കുകയാണെങ്കിൽ 1, 6, 4, 7 അതായത് സൂര്യൻ, ബന്ധുഗ്രഹങ്ങൾ സൂര്യൻ, ശുക്രൻ, അതുപോലെ തന്നെ രാഹു, അതുപോലെ തന്നെ കേതു എന്നീ ഗ്രഹങ്ങൾ മിത്രഗ്രഹങ്ങളാണ്. അത് കാരണം കൊണ്ട് അത് ചേർക്കാവുന്ന നമ്പറുകളാണ് ആയിരുന്നത്. ഒഴിവാക്കുന്ന നമ്പർ ബുധൻ്റെ ശത്രുവായിട്ട് ഒരേ ഒരാളും ചന്ദ്രനാണ്. അത് 2ാം നമ്പറാണ്. ആ 2ാം നമ്പറിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് വരുന്ന സംഖ്യ 6ആണ്. ഈ 6 പറയുന്നത് ശുക്രൻ്റെ നമ്പറാണ്. ശുക്രനാണ് 6ൻ്റെ നാഥൻ. ടോട്ടലായിട്ട് വരുന്ന സംഖ്യ 6. അതായത് 15, 6, 15. അത് വിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ 24. ഈ സംഖ്യയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടോട്ടലായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 6ആണ് വരുന്നത്. ആ 6 ലക്കി നമ്പറാണ്. അത് കൂടാതെ 5, 8, 4, 7 എന്നീ ഗ്രഹങ്ങൾ ഇതിനോടൊപ്പം ചേർത്താം എന്നുള്ള പറയുന്നത്. 5 സംഖ്യ ബുധനാണ്. അത് മിത്രഗ്രഹമാണ്. അതുപോലെ തന്നെ 8 ശനിയാണ്. അത് മിത്രഗ്രഹമാണ്. രാഹു 4ആണ്. അത് മിത്രഗ്രഹമാണ്. 7 കേതുവാണ്. അത് മിത്രഗ്രഹമാണ്. അത് ചേർത്താം എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ നമ്പർ 8ആണ്. 8, 17, 26 ഇതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടോട്ടലായിട്ട് കൂട്ടുമ്പോൾ വരുന്നതെങ്കിൽ അത് 8ആണ്. ആ 8 പ്രകാരം നിങ്ങൾക്ക് ബന്ധുഗ്രഹങ്ങളായിട്ടുള്ള സംഖ്യ വരുന്നത് 5, 6, 4, 7 5നെ സൂചിപ്പിക്കുന്നത് ബുധനും, 6നെ സൂചിപ്പിക്കുന്നത് ശുക്രനും, 4നെ സൂചിപ്പിക്കുന്നത് ബുധനും, അതുപോലെ തന്നെ 7നെ സൂചിപ്പിക്കുന്നത് കേതുവാണ്. ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ 8ാം നമ്പർ ആണെങ്കിൽ 8, 17, 26 ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ കേതുവിൻ്റെ ടോട്ടൽ സംഖ്യ നിങ്ങൾക്ക് 7ആണ് എന്ന് വരുന്നതെങ്കിൽ, നിങ്ങളുടെ സംഖ്യ 7ആണ് വരുന്നതെങ്കിൽ കേതുവാണ് ആള്. കേതു വന്നിട്ട് 7ആണ് വരുന്നത്. കേതുവിൻ്റെ മിത്രഗ്രഹങ്ങളായിട്ടുള്ളത് 5, 6, 8 വരുന്നത്. ഈ 5, 6, 8 നിങ്ങൾക്ക് 7ൻ്റെ കൂടെ ചേർക്കാവുന്ന സംഖ്യകളാണ്. ഒഴിവാക്കേണ്ട സംഖ്യ 1, 2, 3 എന്നുള്ള സംഖ്യയാണ് ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ ശനിഗ്രഹത്തിന് 8ാം നമ്പർ വരുന്നതിന് ഒഴിവാക്കേണ്ട നമ്പറുകൾ 1, 2 സൂര്യനും ചന്ദ്രനുമാണ് ഒഴിവാക്കേണ്ട നമ്പറുകൾ. അതുപോലെ തന്നെ
ചൊവ്വയുടെ ടോട്ടൽ നമ്പർ 9 നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ചൊവ്വയാണ് ഗ്രഹം വരുന്നത്. ചൊവ്വയാണ് ഭാഗ്യ നമ്പറായിട്ട് 9 വരുന്നത്. ആ ചൊവ്വയുടെ മിത്രഗ്രഹങ്ങളായിട്ടുള്ള സൂര്യനും ചന്ദ്രനും ചൊവ്വയ്ക്ക് അതുപോലെ തന്നെ വ്യാഴവും മിത്രഗ്രഹങ്ങളാണ്. ഈ 1, 2, 3 ഈ 9 കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്പറുകൾ ചേർക്കാം, അല്ലെങ്കിൽ ലക്കി നമ്പർ 9 കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്പറുകൾ ചേർത്താം. ഒഴിവാക്കേണ്ട നമ്പർ 5 ഈ 5-ാം നമ്പർ മാത്രം ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്, ടോട്ടലായിട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരമുള്ള ഇതെടുക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് അറിയില്ലെങ്കിൽ ചിലവർ ഡേറ്റ് മാത്രം, അതായത് ഇപ്പോൾ 1-ാം തീയതി ജനിച്ചവരാണെങ്കിലോ 2-ാം തീയതി ജനിച്ചവരാണെങ്കിലോ അതുപോലെ തന്നെ 10-ാം തീയതി വരെ ജനിച്ചവർ 9-ാം തീയതി വരെ ജനിച്ചവരാണെങ്കിലോ ആണെങ്കിൽ ഇവരുടെ സംഖ്യ ഓരോന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ സൂര്യന് 1, ചന്ദ്രന് 2, വ്യാഴത്തിന് 3, രാഹുവിന് 4, ബുധന് 5, ശുക്രന് 6, കേതുവിന് 7, ശനിക്ക് 8, ചൊവ്വയ്ക്ക് 9. ഇതാണ് നമ്പറുകൾ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോന്ന് കണക്കാക്കാം. 1, 2, 3, 4 അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ആണെങ്കിൽ 1, 10, 19, 2 ആണെങ്കിൽ 2, അതുപോലെ തന്നെ 11, 20, 11, അതുപോലെ തന്നെ 20 അങ്ങനെ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ സംഖ്യ കണക്കാക്കുന്നതാണ്. ഈ ഗ്രഹങ്ങൾ ചേർക്കുന്നതോടുകൂടി എന്താ ചോറാണ് നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു വരും. അതുപോലെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ചിലരുടെ പേരുകൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് മാറ്റിയിട്ടാണ് മമ്മൂട്ടി എന്നുള്ള പേര് വെച്ചത്. അത് ന്യൂമറോളജി പ്രകാരമാണോ എന്നറിയില്ല, പക്ഷെ അത് ലെക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം രജനീകാന്ത് എന്നുള്ള പേര് ശിവാജി റാവു എന്നുള്ള പേര് മാറ്റി രജനീകാന്ത് എന്നുള്ള പേര് വന്നു. അത് സംഖ്യാശാസ്ത്രം നോക്കിയിട്ടാണോ എന്നറിയില്ല, പക്ഷെ അയാൾക്കത് കൺഫർട്ടായിരുന്നു. പക്ഷെ അതും രജനീകാന്ത് എന്നുള്ള പേര് പോയി പെട്ടെന്ന് ചുരുക്കി. പഴയ ആളുകൾ രജനീകാന്ത് മുഴുവനായിട്ട് ട്രെയിനിലേക്ക് കാട്ടും, അതിനെ ചുരുക്കിയിട്ട് വെറും രജനി എന്നാക്കി. അതിൻ്റെ സ്പെല്ലിങ് RAJNI രജനി. അവിടെ രജനി പറഞ്ഞാൽ RAJNI എന്ന് മാത്രമേ ഉള്ളൂ, രജനി എന്നാക്കി. അപ്പോൾ ആ രജനി എന്ന് സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഇമേജ് കുറച്ചുകൂടെ കൂടി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജയലളിത എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരക്ഷരം, അതായത് ഏറ്റവും ലാസ്റ്റ് വരുന്ന അക്ഷരം A ആണ്. ആ എയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് ജയലളിത എന്നുള്ളവിടെ ഏറ്റവും ലാസ്റ്റിൽ 2A വന്നു. ആ 2A വന്നതിന് ശേഷം വന്ന മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ ഈ സംഖ്യാശാസ്ത്രത്തിൽ സത്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ചിലവർക്ക് ഇന്നത് ലക്കി നമ്പറാണ്, ആ ലക്കി നമ്പർ ഒരിക്കലും മാറ്റില്ല എന്ന് പറയാം. ചിലവർക്ക് ഭാഗ്യ കടാക്ഷം കൊണ്ട് തന്നെ ലക്കി നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേരാറുണ്ട്. അത് നമ്മൾ കണക്കൂടി നോക്കുന്ന സമയത്ത് അതായിരിക്കും. അതേമാതിരി നമ്മുടെ നക്ഷത്ര പ്രകാരം നമുക്ക് അൺലക്കി നമ്പറാണ് എന്നുണ്ടെങ്കിൽ ആ അൺലക്കി നമ്പറിന് പകരം നമ്മൾ വന്നിട്ട് ചേർത്തേണ്ട പവർഫുള്ളായിട്ടുള്ള ഒരു അക്കമാണ് 1. ഇപ്പോൾ 8-ാം നമ്പർ അൺലക്കിയാണ് എന്നാണ് ചിലർക്ക് തോന്നുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂടി ചേർത്ത പവർഫുള്ളായിട്ടുള്ള ചൊവ്വയുടെ 9-ാം പരമായിട്ടുള്ള ഭാഗ്യ സ്ഥാനമായിട്ടുണ്ടാകും. മിക്ക വാഹനങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് വരുന്ന 170% വാഹനങ്ങളിലും ടോട്ടലായിട്ട് വരുന്ന സംഖ്യകൾ നോക്കിയാൽ 1ഉം 9ഉം ആയിരിക്കും. അത് വിട്ട് കഴിഞ്ഞാൽ 5 ആയിരിക്കും, അത് വിട്ട് കഴിഞ്ഞാൽ 7 ആയിരിക്കും. ഇതാണ് നമ്മൾ കണ്ടുവരാറുള്ള ഇത്. അപൂർവപരമായിട്ടായിരിക്കും 8 കിട്ടുന്നത്. അപൂർവപരമായിട്ടായിരിക്കും ചിലവർക്ക് 8 കിട്ടുന്നത്. 8 സംഖ്യ വരുന്നവരുടെ ചിലവർക്ക് അത് നല്ല ലക്കി നമ്പറായിരിക്കും. അതായത് ശനിയുടെ നമ്പറിന് 8 അവർക്കത് ചിലവർക്ക് അനുയോജ്യപരമായിട്ട് വരാറുണ്ട്. 8 അത് അനുകൂലപരമായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ശാസ്ത്രപ്രകാരം ഇതിലുണ്ട്. ഇനി നക്ഷത്രപ്രകാരം ഓരോ നക്ഷത്രപ്രകാരമുള്ള സംഖ്യകളുണ്ട്. അതുപോലെ തന്നെ ഓരോരോ നക്ഷത്രപ്രകാരം ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം നമ്മൾക്ക് ഓരോരോ സംഖ്യകൾ കൊണ്ട് ഉപയോഗിക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ്. നമസ്കാരം.